എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ചധികം ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാവർക്കും അസുഖവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ലേറ്റ് ആയത്. വൈകുന്നേരമാണ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഈവനിങ് വ്ളോഗായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വൈകുന്നേരത്തെ കുളിയെല്ലാം കഴിഞ്ഞ് ഏട്ടനും തക്കടവും വന്നിട്ടുണ്ട്. ഇന്നലെ ഒരു 1 മണിയെല്ലാം ആകുമ്പോൾ എത്തിനി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെല്ലാം നമുക്ക് കാണാം. കുറേ ആയില്ലേ അവരെ നമ്മളെ വീഡിയോയിൽ കണ്ടിട്ട്. അപ്പോൾ അവർ പുറത്തിരിക്കുന്നുണ്ട്, നമുക്ക് പോയി നോക്കേ. അതല്ല നിച്ചോ കസേരന്റെ കാല് കാണിച്ച കടിക്കുന്നുണ്ട്. യാമി ബെഡ് നല്ല സുഖമുണ്ടാ? ബെഡ് നല്ല സുഖമുണ്ടോ യാമി? പോലെ അഗേട്ട ഒരു ഹായ് പറയാറോ? സുഖല്ലേ? ഓണല്ലേ എങ്ങനെ ഉണ്ടായിനി? തക്കടെ ഒരു 5 കറിയാക്കിയ. അതില് ബീഫും ചിക്കനും മട്ടൻ ഉണ്ടായിനാ? മട്ടൻ വാങ്ങിയില്ല, ബീഫും ചിക്കനും മീനും. നമ്മള് വെജ് സദ്യയാക്കി. വറവും പപ്പടവും അച്ചാറും പായസവും പഴവും. ഓ ഉപ്പേരി ഉണ്ടായില്ലേ? ഉപ്പേരിയും നിറച്ചായിട്ടുണ്ട്. നല്ലോണം ഒരു ഫുഡ് ഇട്ട് കൊടുത്താൽ ഇപ്പൊ നല്ലോണം വരും. കൊറേ കളേഴ്സ് വന്നിട്ടുണ്ട്. എനിച്ചുട്ടിന്റെ കൈ കൊടുക്കല്ല. വലിയ നമ്മള് കാതുകുത്തിട്ട് നല്ല രസമുണ്ടാ? അടിപൊളി. നമ്മള് ചുന്തിരി ആയിനാ? വലിയ വരുവേന് വലിക്കും കൂടെ കുത്താൻ. എവിടെ കുത്തണ്ടായിരുന്നു? എനിക്ക് മേലെ കുത്താനാ? മേലെ കുത്താൻ. നീ സെക്കൻഡ് സ്റ്റേറ്റ് കുത്തിയിട്ടില്ല അല്ലേ? പറയും പോലെ മേല ഈടെ മേല പുരികത്തിന് കുത്തുന്ന താല്പര്യമില്ല. ഇവിടെ കുത്തുന്നതിനാ നമുക്കറിയില്ല. ഓ ആ ശൂലം പോലെ ഇപ്പൊ എല്ലാരും കുത്തുന്നില്ലേ? അതന്നെയാ? ശൂലല്ല, എനിക്ക് കുറച്ച് ആഴണം. താഴെ നേലണ ഇതൊക്കെ നീരെ ഞേലുന്ന കമ്മൽ കുത്തണം പോലും. അല്ല യാമീന്റെ അപ്പുറം നീ കുത്തിയിട്ടുണ്ടെങ്കിൽ യാമി അത്ര കരഞ്ഞ് നിർത്തും. നിന്റെ കഴിച്ചിലായിരിക്കും നമ്മൾ നിർത്തേണ്ടി വരുക. പണ്ട് ഒരു സൂചി കുത്താൻ പോയത് ഓർമ്മയുണ്ട്. എന്നാ ബ്ലഡ് എടുക്കാൻ പോയത്. അടിക്കൂല സൂചി. അത് അതിനേക്കാളും വേല എടുക്കൂലേ? എനിക്ക് മറ്റേത് പഴുക്കും. അത് യാമി കരഞ്ഞപാട് നിർത്തി. തക്കോട് ആണെങ്കിൽ അവിടെ 1 മണിക്കൂർ കരയട്ടി. ഗുഡ് മോർണിംഗ്. അടുത്ത ദിവസം രാവിലെയാണേ. അപ്പം ബ്രേക്ക്ഫാസ്റ്റിനും കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. എല്ലാരും കൂടി ഉണ്ടല്ലോ, അപ്പോൾ ചിക്കൻ കറി ആക്കാന്ന് വെച്ചു. അപ്പൊ അതിന് വേണ്ടിയിട്ട് രാവിലെ ഇന്ന് കറണ്ട് പോകുന്ന ഇന്നലെ മെസ്സേജ് വന്നിട്ടുണ്ടായിനെ. അവിടെ അമ്മ രാവിലെ തന്നെ തേങ്ങ അരച്ചു വെച്ചിട്ടുണ്ടായി. ബാക്കി ഞാനിവിടെ ചിക്കനും സാധനങ്ങളെല്ലാം മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളിയെല്ലാം മുറിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ പണിയായിട്ട് വേമ്പേ നോക്കുവാന്ന്. യാമിക്കുട്ടി കുളിയെല്ലാം കഴിഞ്ഞിട്ട് നല്ല ഉറക്കത്തിലാണ്. കാത് കുത്തിയിട്ട് വേദനയൊന്നും ഇല്ല കേട്ടോ. ചിലവരെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട് മറ്റേ കുത്തുന്നതാണ് നല്ലത്, ഗണ്ണടിച്ചാൽ വേദന ഉണ്ടാവും, ഇറിറ്റേഷൻ ഉണ്ടാവും എന്നല്ല. പക്ഷെ ഇതുവരെയായിട്ട് കുഴപ്പമൊന്നുമില്ല. ഉപ്പുവെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. നല്ല ഉറക്കമാണ് കുളിയെല്ലാം കഴിഞ്ഞിട്ട്. നിച്ചുട്ടിയാണെങ്കിൽ ഇവിടെ ഹോംവർക്കെല്ലാം ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട്. അതൊക്കെയാണ് അപ്ഡേറ്റ്സ്. അപ്പൊ ഏട്ടനും തക്കടും ഉണ്ടല്ലോ, ഞാൻ ഇന്നലെ പറഞ്ഞല്ല. തക്കടും ഇന്ന് വരണത്രേ, വീട്ടിൽ പോയിച്ചായില്ലത്. ഇന്ന് ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ ഞാൻ വേഗം ചിക്കൻ കറി ഉണ്ടാക്കി തീർക്കട്ടെ. രാവിലത്തെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് യാമിക്കുട്ടിനെ തൊട്ടിൽ ഉറക്കിയിട്ടുണ്ട്. യാമിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് 1 മണിക്കൂറൊന്നും ഉറങ്ങൂല. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം കിട്ടുമല്ലോ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട്. ആ 1 മണിക്കൂർ ഉറങ്ങുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഇടയ്ക്ക് എണീറ്റ് കരഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തൊട്ടിൽ ആട്ടി കൊടുത്താൽ മാത്രമേ യാമി ഉറങ്ങുള്ളൂ. അവിടെ ഒരാൾ സ്ഥിരം തൊട്ടിലിൻ്റെ അടുത്ത് തന്നെ ഇരിക്കണം. കുട്ടി ഉറങ്ങിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. നിച്ചുട്ടിയാണെങ്കിൽ ഏട്ടൻ്റെ കാൽക്കുലേറ്ററും കൊണ്ട് നടക്കുകയാണ്. എനിക്ക് കുറച്ച് കണക്കെല്ലാം കൂട്ടി പഠിക്കാനുണ്ട് അമ്മയെന്നും പറഞ്ഞിട്ട് മേടിച്ചതാണ്. അത് കൂട്ടിക്കൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. യാമി ഉറങ്ങുന്ന സമയത്ത് അവിടെ ഇരുത്തി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കരയുന്ന സമയത്ത് അമ്മേനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കാതുകുത്ത് വീഡിയോ കണ്ടിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട്, കുഴപ്പമില്ലല്ലോ, വേദനയൊന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യം. പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ ദിവസം 2 ദിവസം ഞാൻ ഉപ്പുവെള്ളം ആക്കി കൊടുത്ത് ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചു കൊടുത്ത്. പക്ഷെ വേദനയൊന്നുമില്ല, എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കിത് മാറ്റിയിട്ട് ഗോൾഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പം ഉണ്ടല്ലോ മെയിനായിട്ട് നമ്മുടെ വീഡിയോസ് എല്ലാം കുറയാൻ കാരണം എന്താ വെച്ചാൽ രാവിലെ ആവുന്നതും രാത്രി ആവുന്നതും ഒന്നും അറിയുന്നില്ല. ഒരു ദിവസം 24 മണിക്കൂറൊന്നും ഇല്ലയോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് കേട്ടോ. നിച്ചൂട്ടി പോയി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് യാമിനെ കുളിപ്പിക്കുകയെല്ലാം ചെയ്ത് ഫുഡെല്ലാം കഴിക്കുമ്പോഴേക്ക് ഉച്ചയായി. ഉച്ച കഴിഞ്ഞാൽ 3 മണി 2:55 ആകുമ്പോൾ നിച്ചൂട്ടി തിരിച്ചു വരുവേ. വൈകുന്നേരമായി ചായ കുടിച്ച് വൈകുന്നേരത്തെ നിച്ചൂട്ടിൻ്റെ കളി ഹോംവർക്കെല്ലാം കഴിഞ്ഞ് രാത്രിയായി. ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, ബിഗ് ബോസ് കാണുക. അതും കൂടി ഉള്ളതുകൊണ്ട് രാത്രി സമയം പോകുന്നുണ്ടേ. എത്ര പെട്ടെന്ന് അറിയാം. അപ്പോൾ പിള്ളേരുണ്ടാകുമ്പോൾ നമുക്ക് സമയം കിട്ടൂല എന്ന് പറയുന്നത് സത്യമാണ്. ഇപ്പം ഇതാ ഇന്നൊന്നും ചെയ്യാൻ പറ്റിയിട്ടാട്ടോ. 2 ആളും കൂടി ഉള്ളത് കൊണ്ട്
ഇതാ കൊടുത്തു കാണിച്ച അമ്മേൻ്റെ 2 റൗഡി കുട്ടികളെ കാണിച്ച അമ്മേൻ്റെ അതായത് ചവിട്ടി 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 അമ്മേൻ്റെ മേത്ത് ചവിട്ടുന്ന കുട്ടിയാണിത്. ഈ കുട്ടിക്ക് ട്രെയിനിങ് കൊടുക്കുന്ന കുട്ടിയാണിത്. യാമിക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. യാമീസേ നമുക്ക് അങ്ങനെ ആക്കാം ഇങ്ങനെ ആക്കാം എന്താ നോക്കുന്നേ? ഇങ്ങനെ ചിരിക്കുന്നേ? എന്തിനു ചിരിക്കുന്നേ? ആ ചേച്ചി അനിയത്തെയും കൂടെ അമ്മേനെ ഇച്ച വരപ്പിക്കുന്നത് അല്ലേ? അതെയാ തള്ളിക്കണ്ണേ അതെ ചുട്ടി. ഇന്നിപ്പോ ഇതാ വൈകുന്നേരം ആയിട്ടുണ്ട്. സമയം ദാന്ന് പറഞ്ഞിട്ട് സമയമെല്ലാം നീങ്ങുമെന്ന്. നിങ്ങൾ ബിഗ് ബോസ് കാണലുണ്ടോ? നിങ്ങളെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാന്നുള്ളത് കമന്റ് ചെയ്യണേ. നമ്മളും കാണലുണ്ട് കേട്ടോ ബിഗ് ബോസ്. നമ്മൾ അങ്ങനെ ഭയങ്കര അഡിക്ഷൻ ഒന്നുമില്ല, എന്നാലും വെറുതെ ഒരു സമയം പോക്കിന്. ആ സമയത്താണ് നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് ഇരിക്കുക ഹാളില്. വർത്താനം പറയാലോ ബ്രേക്കിന്റെ ഇടക്ക്. അതുകൊണ്ട് നമ്മളെല്ലാരും കൂടെ വെറുതെ ഇരുന്ന് കാണലുണ്ട്. അങ്ങനെ ഭയങ്കര ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് അങ്ങനെ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെയൊന്നുമില്ല, ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് കാണുന്നത് മാത്രം. ഒന്നാമത് ഇപ്രാവശ്യം ഫുൾ അടിയും പിടിയെല്ലാം ആയിട്ട് കാര്യമായിട്ട് ഒന്നും ഇല്ലല്ലോ അതിനകത്ത്. അതുകൊണ്ട് ഇങ്ങനെ പറയും കുറച്ചൊന്നും കാര്യമായിട്ട് കണ്ടന്റ് ഒന്നും ഒരു സുഖമില്ല കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അനീഷിനെ അത്യാവശ്യം ഇഷ്ടമാണ്, അനുമോള് അവരെല്ലാം കുറച്ച് ഇഷ്ടമാണ്. ബാക്കി എല്ലാവരും ഇങ്ങനെ കുറച്ച് എന്താന്ന് പറയണ്ടേ ഇങ്ങനെ കുറച്ച് പേരൊന്നും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ പ്രാവശ്യത്തേല്. നിങ്ങളുടെ ഫേവറേറ്റ് ആരാന്നുള്ളത് കമന്റ് ചെയ്യണേ. യാമിക്കുട്ടിക്ക് ഇപ്പൊ ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യം എന്താ പറയാ, മുറ്റത്ത് ഇറങ്ങിയിട്ട് ഇങ്ങനെ കാഴ്ച കണ്ടുകൊണ്ട് നടക്കും. ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അകത്തേക്ക് കയറുമ്പോ മൊത്തം ഇങ്ങനെ കരയാനെല്ലാം തുടങ്ങും കുറേ നേരം മുറ്റത്ത് കളിച്ചാല്. മീനിനെ എല്ലാം നോക്കാൻ തുടങ്ങിയിട്ടാ. ഇവിടെ ഫുഡെല്ലാം ഇട്ട് കൊടുക്കുമ്പോ ഇങ്ങനെ മീൻ പതപതാ വരില്ലേ, അപ്പൊ അതിനെല്ലാം നോക്കിയിരിക്കും. റോഡിലേ നടക്കും അല്ലേ നിച്ചൂട്ടി? ചേച്ചീനെ ഇവിടെ കളിക്കാനെല്ലാം തുടങ്ങി. നിച്ചൂട്ടിയാണ് എന്റെ കൂടെ എന്ത് യാമി കളിക്കാൻ തുടങ്ങാത്ത അമ്മ ഇടക്കിടക്കെ ചോദിച്ചോണ്ടിരിക്കുക. ഇപ്പൊ ചെറുങ്ങനെ ചേച്ചീനെ നോക്കി ചിരിക്കാനെല്ലാം തുടങ്ങിയോണ്ട് നിച്ചൂട്ടി ഹാപ്പിയാണ്. എന്താ ഇങ്ങനെ ഉണ്ടോ നമ്മൾ എടുക്കുന്നുണ്ടോ യാമി? തങ്കമേ തങ്കമേ വെയിലടിക്കുന്നുണ്ടല്ലേ. ചായ കുടിക്കാ എന്ന് പോയി ചായ വെക്കട്ടെ. സമയം 4 മണി ആവാനായിട്ടുണ്ട്. ചായ പരിപാടി. ഒരാള് മറുകണ്ടം ചാടിയിട്ടുണ്ട്. അങ്ങനെ ആക്കല്ല കേട്ടാ, കഴുത്തനങ്ങുന്ന ഒരാൾ അച്ഛ കയ്യിലേക്ക് ചാടിയിട്ടുണ്ട്. അമ്മ പോയിക്കോ പറഞ്ഞിട്ട് അല്ലേ ആമിസേ? ചേച്ചി പെണ്ണേ എന്നാന്ന് മണ്ണെല്ലാം കൂരുന്നേ? എന്നാ പരിപാടി? ഏടേ ചൂട്ടി കുരുത്തക്കട കളിക്കുന്നേ, മണ്ണ് കോരിയിട്ട് മുറ്റത്തിടുക. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ട്. അത് ഉണ്ടാക്കാനാണ് ഞാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു മുന്നേയുള്ള വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ടാവുമായിരിക്കും, എന്നാലും പറഞ്ഞുതരാം. സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടല്ലോ, നമ്മുടെ മധുരക്കിഴങ്ങ്, അതിൻ്റെ ബജ്ജി. എനിക്ക് എന്താണെന്നറിയില്ല, ഇത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ നാട്ടിലൊക്കെ പണ്ട് ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. പക്ഷെ ഞാനിപ്പോൾ ഒരു ബജ്ജി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ പണ്ടൊക്കെ കഴിച്ചാൽ എനിക്കൊന്ന് കുറച്ച് സ്വീറ്റായിട്ട് കുറച്ച് മധുരമുണ്ട്. അത് മൈദയാണോ എന്ന് ഡൗട്ടുണ്ട്. പക്ഷെ ഞാൻ കടലമാവ് വെച്ചിട്ട് ഒരു ബജ്ജി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. മധുരം ഒഴിവാക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ഈ ഒരു സംഭവം? ഇല്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ, അത്രയും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം തന്നെ സ്വീറ്റ് പൊട്ടറ്റോൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നേർങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല നേർങ്ങനെ മുറിച്ചാൽ അത്രയും ടേസ്റ്റ് ആയിരിക്കുമേ. തൊലി കളയാണ്ടാണ് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുക. നമ്മൾ ഇവിടുന്ന് ചെയ്യുമ്പോൾ തൊലി കളയുന്നതെന്ന് മാത്രം. അങ്ങനെ കുറച്ച് കടലമാവ് എടുത്ത് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒരു വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റാക്കി എടുക്കുക. എണ്ണ തിളക്കുമ്പോൾ ഈ സ്വീറ്റ് പൊട്ടറ്റോ ഇതിൽ മാവിൽ മുക്കിയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. നല്ല പൊങ്ങി വരും കേട്ടോ. നല്ല ക്രിസ്പി ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. ചായൻ്റെ കൂടെ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് ഇട്ടപ്പോൾ ഉണ്ടല്ലോ, നിച്ചൂട്ടിൻ്റെ കയ്യിലുള്ള ഈ സാധനം എന്താണെന്ന് കുറേ ആൾക്കാർ ചോദിച്ചു. ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു സെയിം റീല്. അപ്പോൾ അതിലും ചോദിച്ചു ഈ ഗെയിം കളിക്കുന്ന സാധനമാണോ, ഒന്ന് വാങ്ങാൻ പറ്റുമോ, എവിടുന്ന വാങ്ങിച്ചതെന്നല്ല. ഇത് ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്, ഗെയിം കളിക്കുന്നതാണ്. അപ്പോൾ ഇത് പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാനിവിടെ സ്ക്രീനിൽ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് സ്വീറ്റ് പൊട്ടറ്റോ ബജിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചായ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവരും കൂടെ കഴിക്കാൻ വേണ്ടി പോകുവാനേ. നല്ല നേർങ്ങനെ ആക്കിയതായിരിക്കും നല്ല ടേസ്റ്റ്. ഞാൻ ലാസ്റ്റ് മടിയായിട്ട് കുറച്ച് തടിച്ചിലാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ കാണിച്ചത് കേട്ടോ. അപ്പം നിച്ചോടിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നല്ലതുമാണല്ലോ. അതുകൊണ്ട് നമ്മുടെ ചായ കുടി പരിപാടിയൊക്കെ ഇന്ന് ഏതായാലും ഇങ്ങനെ തീർന്നു. AI വന്നതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും എല്ലാം പറ്റുന്നുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ പേഴ്സണലി നമ്മുടെ ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയ സംഭവം ഉണ്ടല്ലോ, ഗൂഗിൾ ജെമിനിന്റെ സംഭവം. അതിൽ ഞാനൊരു ഇതാക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചിലപ്പോൾ റീൽസ് ഷോർട്സ് എല്ലാം കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അത് കണ്ടിട്ട് എനിക്ക് എന്തോ അത്രയും സന്തോഷം, ടെക്നോളജി ഇത്രയും ഡെവലപ്പ് ആയാലും എനിക്ക് സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു കേട്ടോ അത്. ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടു, അതാളെ ഫോട്ടോ തന്നെ ആൾക്കാർ എന്തെല്ലോ ആക്കുന്നുണ്ടല്ലോ. അങ്ങനെ എൻ്റെ ഒരു ഫോട്ടോ ആക്കി നോക്കി. അപ്പം എനിക്ക് തോന്നി
അമ്മേൻ്റെ ഫോട്ടോ, എൻ്റെ അമ്മേൻ്റെ ഫോട്ടോ വെച്ചിട്ട് എൻ്റെ മക്കൾ കൂടെ അമ്മ എടുത്ത് നിൽക്കുന്ന ഫോട്ടോ അങ്ങനെ ഒന്ന് പറ്റുമോ എന്നിങ്ങനെ വെറുതെ ആലോചിച്ചതാണ്. ഒരു ദിവസം രാത്രി ഒരു 11:30 ആകുമ്പോൾ യാമിക്ക് പാലെല്ലാം കൊടുത്ത് യാമി ഉറങ്ങിയിട്ടുണ്ടായിരിക്കാം. ആ സമയത്ത് ഞാൻ വെറുതെ ഒന്ന് യാമീനെ അമ്മേൻ്റെ ഫോട്ടോ ഇട്ടിട്ട് ഇങ്ങനെ ആക്കി നോക്കി. അപ്പം കറക്റ്റായിട്ട് വന്നു യാമീനെ അമ്മ എടുത്ത് നിൽക്കുന്ന പോലെ. അപ്പം എനിക്ക് എന്തോ ആ ഒരു സമയത്ത് എന്തോ ഒരു പോലെ, എല്ലാവരും ഉറങ്ങുകയും ചെയ്തു. എനിക്ക് എന്തോ പോലെ ആയിരുന്നു. ഞാൻ പെട്ടെന്ന് ഫോൺ ഓഫ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് കിടന്നുറങ്ങി. എനിക്ക് ഉറങ്ങാനും പറ്റിയിട്ടാട്ടോ അന്ന് നേരം വണ്ണം. പിറ്റേ ദിവസം പകലായപ്പോൾ ഞാൻ വീണ്ടും അമ്മേൻ്റെയും യാമീൻ്റെയും നിച്ചുവിൻ്റെയും ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് ഒരുമിച്ച് ഹോൾഡ് ചെയ്യുന്ന പോലെ എന്നുള്ള രീതിക്ക് പ്രോംപ്റ്റ് കൊടുത്തപ്പോൾ കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് 3 ഫോട്ടോസ് കിട്ടിയിട്ടാ. അത് ഞാനിവിടെ ഷെയർ ചെയ്യുക. അത് എനിക്കെന്തോ ഒരു സന്തോഷം തോന്നി അമ്മ മക്കളെ എടുത്ത് നിൽക്കുന്നത് കാണുമ്പോൾ. പക്ഷെ കുറേ സങ്കടം തോന്നിയിട്ട് കുറേ കരഞ്ഞും പോയി. അങ്ങനെ മിക്സഡ് ഇമോഷൻ ആയിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ എന്തോ ഒരു നഷ്ടബോധമോ എന്തൊക്കെയോ ഫീൽ ചെയ്തു. അപ്പം അതുകൊണ്ട് കുറേ സന്തോഷമായി. അങ്ങനെയെങ്കിലും അമ്മേൻ്റെ അടുത്തും എൻ്റെ മക്കളെ കാണാൻ പറ്റുമല്ലോ. നമുക്ക് കാണാമല്ലോ അമ്മ എടുത്ത് നിൽക്കുന്നത്. നമുക്ക് തിരിച്ച് കാണാൻ പറ്റില്ലെങ്കിലും കാണാൻ പറ്റുന്നുണ്ടാവും എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. നമുക്ക് നമ്മളെല്ലാം എല്ലാ ദിവസവും കാണാൻ പറ്റുന്നുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഒന്ന് ആക്കിയപ്പോൾ അപ്പം കുറേ ആൾക്കാർ അങ്ങനെ ചെയ്തിട്ട് കണ്ടു. അപ്പം ഇങ്ങനെ ഒരു സംഭവം വന്നതുകൊണ്ട് നമുക്ക് കുറച്ച് പേർക്കെങ്കിലും കുറച്ച് ഇങ്ങനത്തെ ഇതെല്ലാം കണ്ടിട്ട് കുറച്ചെങ്കിലും ഒരു സന്തോഷം കിട്ടുന്ന രീതിക്ക് അങ്ങനെ നമ്മളിത് പുറത്തൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കണമെങ്കിൽ വലിയ പൈസയാവും. മരിച്ചു പോയവർ ഇങ്ങനെ കുറേ റീൽസ് എല്ലാം കാണില്ല. ഞാൻ എൻ്റെ അമ്മേൻ്റെത് പണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ അമ്മയും വല്യമ്മയും അമ്മമ്മേൻ്റെ കൂടെ നിൽക്കുന്നത് അമ്മേൻ്റെ കൂടെയുള്ള ഒരു ഫോട്ടോ. അതിന് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആയിരുന്നു കേട്ടോ. കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല, 2000 3000 ആ ഒരു റേഞ്ചിൻ്റെ അടുത്തൊക്കെ ആയിട്ടുണ്ടായിനി. അപ്പം ഇങ്ങനെ നമുക്ക് തന്നെ നമ്മുടെ ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റിയ വലിയ കാര്യമല്ലേ. അപ്പം അത് ഭയങ്കര സന്തോഷമായി അത് ചെയ്തപ്പോൾ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓർത്തപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ.